ആൻഡ് സ്റ്റാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതേ വന്നിരിക്കുന്ന ഒരു പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരത്തെ ആ സ്ഥലം നമുക്കൊന്ന് കാണാം. അവിടെ നല്ല തിരക്കാണ്, ഭയങ്കര എപ്പോഴും ആൾക്കാരിങ്ങനെ വന്നു പോകുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ സ്ഥലം കാണാം. ഇത് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവരുടെ മാപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൗണ്ടറിൻ്റെ സൈഡിലാണ്. ഇവിടെയും ഭയങ്കര തിരക്കാണ്. അപ്പോൾ എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ അഡൾട്ട്സിന് 100ഉം ചിൽഡ്രൻസിന് വേറൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നല്ല ഫ്രഷുള്ള ഒരു ദിവസമാണ്. ഫുള്ള് ആൾക്കാരാണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ആയാലും. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഫുള്ള് ആൾക്കാരാണ്. ഇന്ന് നല്ലൊരു ഫ്രഷ് ഡേ തന്നെയാണ്. എൻട്രി ഫീ ഉണ്ടായിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ അത് അവിടെ നിൽക്കുന്ന ഫോറസ്റ്റ് ഓഫീസേഴ്സിന് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ടത്. ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കൊരു മനോഹരമായ ഒരു സ്ഥലം കാണാം. അവിടെ ഇങ്ങനെ പുല്ലുകൊണ്ട് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് എന്നൊക്കെ എഴുതി നല്ല ഭംഗിയിൽ ചെടികളൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു ആനിമൽ ആംബുലൻസ് ഈ എനിമൽസിന് എന്തെങ്കിലും പെട്ടെന്ന് പ്രശ്നങ്ങൾ പറ്റി കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകാനുള്ള ആംബുലൻസൊക്കെ അവിടെ എപ്പോഴും റെഡി ആയിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ആ എനിമൽ ആംബുലൻസ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ ആനിമൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയാണ് ആദ്യത്തെ ആനിമൽ കിടക്കുന്നത്. അത് വെള്ളത്തിൻ്റെ ഉള്ളിലാണ്. ആൻഡ് നമ്മളിപ്പോൾ കാണാൻ പോയിരിക്കുന്നത് ക്രൊക്കഡൈലിനെയാണ്. ഇപ്പം നമുക്ക് ആദ്യം നോക്കിയപ്പോൾ ക്രൊക്കഡൈലിനെ കാണാൻ പറ്റിയില്ല. കുറേ ഫിഷസൊക്കെ അതിലുണ്ട്. അത് ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ ഫിഷസ് ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം അങ്ങോട്ട് വിസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും മീനുകളാണ് വളർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രൊക്കഡൈലിനെയും അവിടെ വളർത്തുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സൈഡിൽ നമ്മുടെ അവിടെ 2 ക്രൊക്കഡൈൽസാണ് ഉള്ളത്. അപ്പോൾ 2 എണ്ണത്തിന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ സ്ഥലം നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമായവരും കുട്ടികളൊക്കെ കൊണ്ടുവരുന്നതാണെങ്കിൽ കുറച്ച് സൂക്ഷിക്കണം. കാരണം കുറേ നടക്കാനുണ്ട്. പ്രായമായവർക്കത് കുറച്ച് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ വരുമ്പോൾ കുട, ഹാറ്റ് അതൊക്കെ കൊണ്ടുവരണം. കാരണം ചൂടുള്ള സമയത്താണ് പോകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് അവിടെ. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. അവിടെ ഡിയേഴ്സാണുള്ളത്. ഒരുപാട് ഡിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ അപ്പുറത്താണ് ഇവരൊക്കെ നിൽക്കുന്നത്. നമുക്കൊരു അവിടെ നിൽക്കാനൊരു പോർഷൻ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടാണ് ഒരു ഗ്ലാസ് ഇട്ട സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് നമുക്ക് ഈ ഡിയേഴ്സിനെയൊക്കെ കാണാം. അതിൻ്റെ മുകളിലൊക്കെ ഫുള്ള് ഡിയേഴ്സാണുള്ളത്. അവർ ചൂടായതുകൊണ്ട് തന്നെ ആ മരത്തിൻ്റെ തണലിൽ അവർ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യ സ്ഥലത്ത് കണ്ട ഡിയർ സ്പോട്ടഡ് ഡിയേഴ്സാണ്. പിന്നെയും അവിടുന്ന് കുറേ നടക്കാനുണ്ട്. നമുക്കൊരു നടക്കാനൊരു പാത്ത് വേ ഉണ്ട്. ആ പാത്ത് വേയുടെ 2 സൈഡിലും ഒരു സൈഡിൽ ഇങ്ങനെ ഫുള്ള് ഇല്ലികൾ വെച്ചിട്ട് മനോഹരമാക്കിയിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിലാണ് ആനിമൽസ് ഫുള്ളുള്ളത്. ആ സ്ഥലത്തൊക്കെ ഡിയേഴ്സ് ഓടി നടക്കുന്ന സ്ഥലമാണ്. ഈ വീഡിയോയിൽ എൻ്റെ മുന്നിൽ നടക്കുന്നത് റൊസീറ്റയാണ്, ഞങ്ങളുടെ കസിനാണ്. അവൾക്കാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വരാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടും അവൾ ക്യാമറയുടെ മുന്നിൽ വരുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ബാക്കിൽ നിന്നാണ് അവളെ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് റേച്ചുട്ടിയൊക്കെ നടന്നു വരുന്നത് കാണാം. അപ്പോൾ ക്യാമറ വരുമ്പോൾ റൊസീറ്റ അപ്പം എൻ്റെ പിന്നിൽ വന്ന് വിളിച്ച് നിൽക്കണം. അപ്പോൾ നമ്മൾ സാമ്പാർ ഡിയറിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. കലമാനാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കലമാന ഇഷ്ടമാതിരി കാണാൻ സാധിക്കും ഇവിടെ. ഇവിടെ നല്ല ചൂടുണ്ട്.
സാമ്പാർ ഞങ്ങൾ അപ്പൊ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവര്. അപ്പം നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു. ഈ മരത്തണലിലാണ് നമ്മൾ റെസ്റ്റ് ചെയ്തത്. നമുക്ക് ഇനി പിന്നെ നമുക്ക് നടക്കാം. ഇങ്ങനെ ആക്ച്വലി നല്ല വെയിലുണ്ട്, പക്ഷേ ഇടയ്ക്ക് നമ്മൾക്ക് ഇങ്ങനെ സീറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിരിക്കാൻ സൗകര്യമാണ് അത്. വഴിയിൽ കണിക്കൊന്നൊക്കെ കണ്ടു. നമ്മൾ പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ പകുതി പേര് ഇറങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ കയറാണ്. നല്ല തണലുണ്ട് ഇവിടെ. ഇടയ്ക്ക് നമ്മൾ കുടയൊക്കെ എടുക്കേണ്ടി വരും. അല്ലാണ്ട് ഇവിടെ നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. മഴക്കാലത്താണ് വരുന്നതെന്ന് വെച്ചാൽ നല്ല സുഖമായിരിക്കും, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ വീണ്ടും ഒരു കലമാനുള്ള സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടേക്ക് ഇഷ്ടമാതിരി കലമാനുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കലമാനും കലമാൻ്റെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഫുഡ് കഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നല്ല ഇവിടെ വിസിബിലിറ്റി നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ട്രഞ്ചൊക്കെ ഉള്ളതുകൊണ്ട് ആനിമൽസ് നമ്മുടെ അടുത്തേക്ക് അങ്ങനെ പെട്ടെന്ന് എത്താൻ വഴിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ട്രഞ്ചിങ് സിസ്റ്റമാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ആനിമൽസ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ചാടി വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ചൂടൊക്കെ ഉണ്ട്. പിന്നെ പ്ലാന്റ്സൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവർ വാട്ടർ എപ്പോഴും ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് അവരെപ്പോഴും നിർത്തുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ്. ഇവിടെ നമുക്കിപ്പോൾ കുറേ നടക്കാനുണ്ട്. 336 തുടങ്ങി 340 വരെയുള്ള ഏക്കറാണ് ഇവർ ഇവിടെ പ്രൊജക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫുഡിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് പോവാണ്. ഇത് സൈലൻറ്റ് വാലി സോണാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു താമരക്കുളമൊക്കെ കാണാം. താമരകൾ കുറവാണ്, പക്ഷെ നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട സ്ഥലത്ത് നന്നായി താമരകളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഒരു ബ്രിഡ്ജ് പോലെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കൂടെയാണ് നടക്കണേ. അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട്. ഇവർ നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഒരു വേസ്റ്റ് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും നന്നായിട്ടാണ് ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെയും ഒരു റെസ്റ്റിംഗ് ഏരിയയിൽ വന്നേക്കാണ്. ഇവിടെ കുറേ അധികം റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. കാരണം അത്യാവശ്യം നടക്കാനുള്ളതുകൊണ്ട് ഇവർ അത്യാവശ്യം നന്നായിട്ട് റെസ്റ്റിംഗ് ഏരിയ ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ സീറ്റുകളൊക്കെ അവർ ഇതിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ വെയിറ്റുകൾ നിങ്ങളത്ര വെയിറ്റ് അത് എടുക്കണ്ട. കാരണം വെച്ചാൽ അത്യാവശ്യം നടക്കാനുള്ളതുകൊണ്ട് നമുക്ക് നടക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അധികം വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ കുട അത്യാവശ്യമാണ്. നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ എന്തായാലും ഉപയോഗിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ സെറ്റാക്കി വരുന്നതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ ഇനി അവർ ആനിമൽസിനെ കൊണ്ടുവരാനുണ്ട്. അതുപോലെ തന്നെ കുറേ അധികം ഇനിയും അവർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് ആനിമൽസൊക്കെ നന്നായിട്ട് വരും. ഇപ്പോൾ അവർ അബ്രോഡിൽ നിന്നൊക്കെ ആനിമൽസിനെ അവർ കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും കുറച്ച് നാൾക്ക് കഴിഞ്ഞതിന് ശേഷമാണ്, ആനിമൽസൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരേണ്ടതെന്നാണ് ഞാൻ പറയാറ്. അപ്പം നമ്മളൊരു കുരങ്ങൻ്റെ സെക്ഷനിലേക്ക് വന്നേക്കാണ്.
ആ അപ്പോൾ നമ്മൾ റേച്ചുട്ടി അതിന് കൊടുക്കാണ് ഫുഡൊക്കെ. പക്ഷേ ഫുഡ് ഗ്ലാസ് ഉള്ളതുകൊണ്ട് അത് കഴിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കുരങ്ങന്മാർ ഇഷ്ടമാരുണ്ട്. ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. അത് വെള്ളം കുടിക്കാണ്. ഇവിടെ നല്ല ചൂട് ഉണ്ടെന്ന് നമുക്ക് കാണാൻ ഇതിലൂടെ തന്നെ സാധിക്കും. നല്ല ചൂടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് സിസ്റ്റമാണ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ കുരങ്ങിന് വേണ്ടിയിട്ട് അവർ ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു റൂം പോലെ അവർ ചെയ്തേക്കുന്നതാണ്. ഈ വീഡിയോയുടെ പാർട്ട് 2 ഉണ്ടായിരിക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയും ഇതിൽ നമുക്ക് ബൈറ്റ്സ് ആഡ് ചെയ്യാനുണ്ട്. പക്ഷേ അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പാർട്ട് 2 ആയിട്ടും നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട് 2 എന്തായാലും മറക്കാതെ കാണണം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.